നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലലീഗയിലെ തങ്ങളുടെ ഓപ്പണിംഗ് മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഒസാസുനയെ തോൽപ്പിച്ചല്ലോ. ആ കളിയിൽ റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ബ്രാഹിം ഡയസും ഒക്കെ ഇറങ്ങി. പിന്നെ മത്സരം പുരോഗമിക്കവേ സബ്സ്റ്റിറ്റ്യൂഷനുകൾ സംഭവിച്ചു. ബ്രാഹിം ഡയസിന് പകരം മസ്റ്റൻ ഡൂനോയാണ് കളിക്കളത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഗോൺസാലോ ഗാർഷ്യ കളിക്കളത്തിലേക്ക് വന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, വിനിക്ക് പകരം ഗോൺസാലോ ഗാർഷ്യ വന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഒരാളെ കോച്ച് വീണ്ടും തഴഞ്ഞു എന്ന് പറയണം, റോഡ്രിഗോ ടീമിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും പക്ഷേ അദ്ദേഹത്തെ കളിപ്പിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ്, എന്താണ് റോഡ്രിഗോയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്ന് കളിക്ക് ശേഷം സാബി അലോൺസോയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, നത്തിങ് ഈസ് ഹാപ്പനിങ്, ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ റോഡ്രിഗോയെ തീർച്ചയായിട്ടും പരിഗണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കളിയല്ലേ കഴിഞ്ഞുള്ളൂ, ഇതെൻ്റെ ഡിസിഷനാണ്. ദിസ് വാസ് മൈ ഡിസിഷൻ. കളിപ്പിക്കണ്ട എന്നത് ഞാനെടുത്ത തീരുമാനമാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ റോഡ്രിഗോയെ കളിപ്പിക്കണ്ട, സ്പോർട്ടിംഗ് തീരുമാനമാണെന്നാണ് പറഞ്ഞു വരുന്നത്, ടാക്റ്റിക്കലായിട്ടുള്ള തീരുമാനമാണെന്ന്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിരുത്തിയത് ഞാനാണ്, പക്ഷേ റോഡ്രിഗോയെ പരിഗണിക്കുന്നുണ്ട്. പലപ്പോഴും ഇത് തന്നെയാണ് സാബി അലോൺസോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോഡ്രിഗോ അദ്ദേഹത്തിൻ്റെ പ്ലാനിലില്ല ഏതാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പക്ഷെ മാധ്യമങ്ങൾ വീണ്ടും കാര്യങ്ങൾ ചോദിക്കും. അദ്ദേഹം പറയുന്നത് ആരുടെയും സ്റ്റാർട്ടിംഗ് 11-ലെ പ്ലേസ് ഫിക്സ്ഡ് അല്ല. സോ ആരാണോ കളിക്കാൻ അർഹിക്കുന്നത് അവരെ ഞാൻ കളിപ്പിക്കും എന്നാണ് കോച്ച് പറയുന്നത്. അപ്പോൾ റോഡ്രിഗോയുടെ മൂവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകരെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഫബ്രീസിയോ റൊമാനോ ഈ കളി കഴിഞ്ഞ ഉടനെ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിരുന്നു. 0 minutes again ഫോർ റോഡ്രിഗോ ടുനൈറ്റ് ആസ് ഹി വാസ് അൺയൂസ്ഡ് സബ് അഗെയിൻസ്റ്റ് ഒസാസുന എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രീസിയോ കൊടുക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്ക് റോഡ്രിഗോയെ വേണം, പക്ഷേ ഇത് സംഭവിക്കണമെങ്കിൽ സാവിഞ്ഞോ ടോട്ടനാമിലേക്ക് പോകണം. എന്നാൽ ഇപ്പോൾ ഈ മൂവ് അഡ്വാൻസ് ചെയ്യുന്നില്ല. MCFC ഹൈറാർക്കി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുകൂടി പറയുന്നു. ചുരുക്കത്തിൽ സിറ്റിക്ക് റോഡ്രിഗോയെ വേണം, അത് സംഭവിക്കണമെങ്കിൽ സാവിഞ്ഞോയുടെ ട്രാൻസ്ഫർ നടക്കണം. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും നടക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ റോഡ്രിഗോക്ക് കാണുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത വേൾഡ് കപ്പിനൊക്കെ പരിഗണിക്കുമോ ആഞ്ചലോട്ടി എന്നുള്ളതും കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.